നടക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പാണേ ഒരു മലയോര പ്രദേശത്താണ്. ഒരു വൈകുന്നേരമായിരിക്കും. ചെറുതായിട്ട് ഈ ചാറ്റൽ മഴയ്ക്ക് പെയ്യുന്നുണ്ട്. ഒരു 6-6:30 മണിയായി വരുന്നു. മലയോര മേഖലയിലേക്ക് പോകുന്ന ഒരു KSRTC ബസ് മെല്ലെ സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട്. അതിൽ ഏകദേശം എല്ലാവരും കയറിയിട്ടുണ്ട്. പതുക്കെ ആ ബസ് മെല്ലെ എടുത്ത് ആ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് തന്നെ റോഡ് സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി വരുന്നുണ്ട്. കയ്യിലൊരു ബാക്ക് പാക്ക് ഉണ്ട്. ഓടി വന്ന് കൈ കാട്ടുന്നു, ബസ് നിർത്തുന്നു. പുറകിലെ ഡോറ് വഴി അവൾ പെട്ടെന്ന് ബസ്സിലേക്ക് ചാടി കയറി. അപ്പം തന്നെ ആ ബസ്സിൻ്റെ ആ കമ്പിയും പിടിച്ചിട്ട് ഒന്ന് മുമ്പോട്ടൊന്ന് നടന്നു. എവിടെയെങ്കിലും ഇരിക്കാനൊരു സീറ്റുണ്ടോ? ഏകദേശം എല്ലാം ഫില്ലാണ്. അവൾ നിരാശയായിട്ട് മെല്ലെ പുറകിലോട്ട് വരുമ്പോൾ ആണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് ഒരു സൈഡിൽ 2 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു സീറ്റിൽ ഒരു ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. ഒരു 10-25 വയസ്സ് പ്രായം കാണും. സുമുഖവനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ വളരെ കാര്യമായിട്ട് പുറത്തേക്ക് ആ ചാറ്റൽ മഴയും കണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി കയറിയതൊന്നും ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പെട്ടെന്ന് ആ പെൺകുട്ടി ആ ഒരു സീറ്റ് കണ്ടപ്പോൾ തൻ്റെ ബാക്ക് പാക്ക് ബസ്സിൻ്റെ ആ സൈഡിലേക്ക് ഉന്തി കയറ്റി വെച്ച് പെട്ടെന്ന് കയ്യിലൊരു പഴയ മൊബൈൽ ഫോൺ എടുത്തിട്ട് അവൾ ആ ഒരു ചെറുപ്പാക്കൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. അതൊരു 1-1.5 ഇരുത്തായിരുന്നു. ചെറുതായിട്ട് ആ ചെറുപ്പക്കാരന് സൈഡ് ഭാഗം ഒന്ന് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. ഇവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇരുന്ന വഴിക്ക് ആ ചെറുപ്പക്കാരൻ അവൾക്ക് നേരമ്പിൽ ഇരിക്കാനും വേണ്ടിയിട്ട് ഒന്ന് നിരങ്ങിയിട്ട് ചെറുതായിട്ട് സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. നേരമ്പിൽ ഇരുന്നോട്ടെ സാധനം എന്ന രീതിയിൽ. അവൾ പെട്ടെന്ന് തന്നെ അവളെ ഫോൺ എടുത്തു. അപ്പോഴേക്കും വണ്ടി നീങ്ങി തുടങ്ങിയിരുന്നു. പുറത്ത് ആ ചാറ്റൽ മഴ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ചെറുപ്പക്കാരനാണെങ്കിൽ അതങ്ങനെ നല്ലതുപോലെ ആസ്വദിക്കുന്ന പോലെ. പെട്ടെന്ന് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആ ഒരു ഡോറിൻ്റെ ഷട്ടറുകൾ ഇങ്ങനെ താഴത്തേക്ക് ഇടാൻ തുടങ്ങി. ചെറുപ്പക്കാരനും മനസ്സിലോടെ ആ ഒരു ഷട്ടർ താഴത്തേക്ക് ഇട്ടു. ഇപ്പോൾ KSRTCയുടെ ഉൾവശം ഏകദേശം ഇരുട്ടാണ്. ചെറിയ ഒരു മഞ്ഞ് വെളിച്ചം പോലെ അങ്ങിങ്ങായിട്ട് ആ പഴയ KSRTCയിൽ വെളിച്ചം മിന്നി തുടങ്ങിയിരുന്നു. അവൾ തൻ്റെ ഫോൺ എടുത്ത് ഡയൽ ഓൺ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫോണിലേക്ക് ഒരു കോള് വന്നതും അവൾ എടുത്ത് ചെവിട്ടിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഫോണിൽ നിന്ന് അയ്യോ മോളെ എന്ന് പറയുന്ന ഒരു കരച്ചിൽ കേൾക്കണ്ടായിരുന്നു. ആരെയോ അടിക്കുന്നത് പോലെ ഒരുപാട് വലിയ ബഹളം. ഒപ്പം ഒരു സ്ത്രീയുടെ ശബ്ദം കൂടി കേൾക്കാനുണ്ട്. ഒരുപക്ഷെ അപ്പുറത്ത് അടികൊള്ളുന്ന ആളുടെ ഭാര്യയായിരിക്കാം. പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടി അച്ഛ എന്ന് വിളിക്കലും പെട്ടെന്ന് തന്നെ ആ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അവൾ ആകെ പരിഭ്രാന്തരായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ആ ശബ്ദം വ്യക്തമായി കേട്ടു. തൊട്ടപ്പുറത്ത് ഏതോ ഒരു മനുഷ്യൻ അടി കൊണ്ടതിൻ്റെയോ മറ്റോ ഭാഗമായിട്ട് ഇനി വീണതാണോ ഒന്നും അറിയില്ല, ആക്രോശങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം ഉറക്കെ കേട്ടു എന്നുള്ള കാര്യം അവന് നല്ല ഉറപ്പാണ്. പെൺകുട്ടി തൻ്റെ ഓഫായിപ്പോയ മൊബൈൽ വീണ്ടും ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഓണായ ആ നിമിഷം തന്നെ ഓഫായി പോകുന്നു. ഒട്ടും മടിക്കാതെ ആ ചെറുപ്പക്കാരൻ അയാളുടെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് ആ ഒരു പെൺകുട്ടിക്ക് വെച്ച് നീട്ടി. വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ട് ആ ഫോൺ കിട്ടിയ വഴിക്ക് അവൾ ഒന്നും നോക്കാതെ ആ ഫോൺ എടുത്തിട്ട് തൻ്റെ അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തിട്ട് വിളിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പുറത്ത് ഫോൺ എടുക്കുന്നില്ല. ഒരുപാട് തവണ വിളിച്ചു നോക്കി. അവസാനം ആ ചെറുപ്പക്കാരൻ ആ മൊബൈൽ വാങ്ങിച്ചിട്ട് ഞാൻ ശ്രമിക്കാം, നീ സമാധാനിരിക്കുക, എന്താ പ്രശ്നം? പെൺകുട്ടി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എനിക്കറിയില്ല, അച്ഛൻ ഇന്ന് പെട്ടെന്ന് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പറയുമായിരുന്നു. ഒരു ഉച്ചയ്ക്ക് വിളിച്ചതാ, എനിക്കൊരു ടൈം എക്സാം ഉണ്ടായിരുന്നു, അങ്ങനെ വൈകിപ്പോയതാണെന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് ചെറുപ്പക്കാരൻ പേരോ മറ്റൊന്നും ചോദിക്കുന്നില്ല. അവസാനം ആ പെൺകുട്ടിയുടെ ബേജാറ് കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ ഫോണിൽ നിന്ന് വീണ്ടും കുറേ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്തോ അറിയില്ല, ഫോൺ എടുക്കുന്നില്ല കേട്ടോ. എന്താ ചെയ്യുക?
അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, കുഴപ്പമില്ല. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെൺകുട്ടി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല. അപരിചിതനായിട്ടുള്ള ഒരാളോട് എങ്ങനെയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ള മടിയാണെന്നറിയില്ല, അവളൊന്നും മിണ്ടില്ല. പക്ഷേ അവളുടെ മൊബൈൽ ഇങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് അപ്പുറത്ത് തൻ്റെ അച്ഛന് സംഭവിച്ചത്, തൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് അറിയാതെ അപാരമായിട്ടുള്ള വേവലാതിയിലാണ്. സമയം ഇരുട്ടി വരികയാണ്. ഏകദേശം ഒരു 10 മണിയായിരിക്കും. ഏതോ ഒരു ഉൾഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ ആ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള റോഡൊന്നുമില്ല എന്ന് ആ വണ്ടിയുടെ പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പെട്ടെന്ന് ഒരു മഞ്ഞ വെളിച്ചം തൂക്കി നിൽക്കുന്ന ഒരു ചെറിയ തെരുവ്, ഒറ്റ കട പോലും തുറന്നിട്ടില്ല. ആ തെരുവിൽ ഒരു മഞ്ഞ വെളിച്ചത്തിന് താഴെ ഈ KSRTC ബസ് ചെന്ന് നിന്നു. പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റു. തൻ്റെ ബാഗ് ആ ഒരു മുകളിൽ നിന്ന് വലിച്ചെടുത്ത് അതും തൻ്റെ പുറത്തേക്ക് ഇടുന്ന സമയത്ത് ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരൻ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പ്രതീക്ഷ പോലെ. അവൾ ആ ബാഗും എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഴ മാറിയിരുന്നു. അവൻ ആ ഷട്ടർ തുറന്നു. അവൾ പുറത്ത് ആ ഒരു ഒറ്റ മരത്തിൽ തൂക്കിയിട്ടിരുന്ന ആ മഞ്ഞ വെളിച്ചത്തിന് താഴെ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. അവൾ അവനെയും, ഒന്ന് ഇറങ്ങിക്കൂടെ എന്നവൾ ചോദിക്കുന്നത് പോലെ അവന് തോന്നി. ഏയ് വേണ്ട, എന്തിനാണ്? അറിയാത്ത ഏതോ ഒരു പെൺകുട്ടി, ഞാൻ വെറുതെ ഇറങ്ങിയാൽ അവൾ എന്ത് വിചാരിക്കും? അവൻ ചുറ്റും നോക്കി. ഒറ്റ കടകൾ തുറന്നിട്ടില്ല. അവൾ മാത്രമാണ് ആ രാത്രി ആ മരത്തിന് കീഴെ. വീട്ടിൽ നിന്ന് അവസാനമായി കേട്ടത് അച്ഛൻ്റെ ഒരു അലർച്ചയാണ്. മകളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലാണ്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഭയങ്കര ടെൻഷനിലേക്ക് അവൻ എത്തിപ്പെട്ടു. അപ്പോഴേക്കും വണ്ടി മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടിൽ പോവും? അവൾ വീട് എവിടെയാണ്? കുറേ ദൂരം ഇവിടുന്ന് നടക്കാനുണ്ടാവുമോ? ഒന്നും അറിയില്ല. പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ട് ആ ബെല്ല് അങ്ങോട്ട് അടിച്ചു. അപ്പം തന്നെ കണ്ടക്ടർ, എന്താടോ ഇത്? തൊട്ടപ്പുറത്തല്ലേ നമ്മൾ നിർത്തിയേ? സാറേ, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി സാർ, സോറി, ഞാൻ അവിടെ ഇറങ്ങണേ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പുറകിലെ വാതിൽ തുറന്ന് അത് വലിച്ചടച്ച് അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി. അവൾ അപ്പോഴും ആ ബസ് പോയ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളെ തൊട്ടടുത്തെത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരാശ്വാസം, ഒരു പുഞ്ചിരി, ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അവിടേക്ക് ഓടി എത്തുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, എടോ താനെ ഇത് എന്ത് കുഗ്രാമാടോ? ഒരു മനുഷ്യജീവില്ലല്ലോ ഇവിടെ, വല്ല ഓട്ടോയും കിട്ടുമോ? തന്നെ ഇനി നാളെ വല്ല പത്രത്തിലും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ അത് ആ ഒരു വാർത്ത കേൾക്കാനുള്ള ത്രാണില്ലാത്തണ്ട് ഇറങ്ങിയാണ്. എടോ തൻ്റെ വീട് എവിടെയാണോ? ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടുന്ന് കുറേ ദൂരം പോകണം. ബസ് എന്തെങ്കിലും വണ്ടി കിട്ടുമോ? ആ ചെറുപ്പക്കാരൻ വീണ്ടും ചോദിച്ചു. ഇവിടെ ഒരു 8 മണി കഴിഞ്ഞ് പിന്നെ ഇവിടെ ഓട്ടോറിക്ഷ പോലും ഉണ്ടാവില്ല. എന്നാ നടക്ക് എന്ന് പറഞ്ഞ് അവൻ തൻ്റെ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് ഓണാക്കി. രണ്ടുപേരും കൂടി യാത്ര എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പെൺകുട്ടി പറയുന്നുണ്ട് അവൾ കോളേജിലേക്ക് എത്തിയതിനെ കുറിച്ചിട്ട്, മെഡിസിൻ അഡ്മിഷൻ കിട്ടിയതിനെ കുറിച്ചിട്ട്, അച്ഛൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതിനെക്കുറിച്ച്. അങ്ങനെ ഓരോന്ന് കഥ പറയുമ്പോഴും നമുക്ക് മനസ്സിലാവും അച്ഛൻ ആരിൽ നിന്നൊക്കെയോ കടം വാങ്ങിച്ചിട്ടുണ്ട്. അതാ ചെറുപ്പക്കാരൻ മനസ്സിലായി. അങ്ങനെ പഠിക്കുകയാണ് പെൺകുട്ടി. ഇതിപ്പോൾ 4ാം വർഷമാണ്. അവൾ ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവളൊരു ഡോക്ടറാണ്. ആ വീടിന് വലിയൊരു തണലാണ്. അപ്പോൾ അവളെ നോക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഭാവി ഡോക്ടറാണല്ലേ എൻ്റെ ഒപ്പം നടക്കുന്നത്? അവൾ ചെറുതായിട്ടും ചിരിച്ചു. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ അവൾ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയുണ്ട് കുറച്ച് പുല്ലുകൾക്കിടയിൽ 3-4 മരത്തിൻ്റെ ചെറിയ ചെറിയ വടികൾ വെച്ചിരിക്കുന്നു. ഇത് കടന്നു വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അവൻ പറഞ്ഞു, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു വഴിയായിരുന്നു, അതിപ്പോൾ തിരിച്ചു വന്ന പോലെയുണ്ട്. അതും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അവിടേക്ക് കാലെടുത്ത് വെച്ച് രണ്ടുപേരും അങ്ങോട്ട് കാലെടുത്ത് വെച്ചതും ആ വഴി നേരെ ദൂരെ, അധികം ദൂരെയല്ലാതെ തന്നെ ഒരു അരണ്ട വെളിച്ചം കാണാം. അത് ആ പെൺകുട്ടിയുടെ വീടാണ്. പെട്ടെന്ന് അവിടുന്ന് വീണ്ടും ഒരു അലർച്ച കേട്ടു. പെൺകുട്ടി അച്ഛ എന്ന് വിളിച്ച് അവിടേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ചെറുപ്പക്കാരൻ പിന്നാലെ. രണ്ടുപേരും ആ മുറ്റത്തെത്തുമ്പോൾ ഒരു മൂലയ്ക്കിൽ
ആ ഒരു ഉമ്മറത്തിൻ്റെ മൂലയ്ക്കിൽ ആ പാവം അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ദേഹത്തെല്ലാം അടി കിട്ടിയിട്ട് വീർത്തുപോയ പാടുകളുണ്ട്. ചോര ഒലിച്ചിട്ടുണ്ട് വായിൽ നിന്ന്. 3-4 ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ പെൺകുട്ടി നേരെ ഓടിച്ചെന്ന് അച്ഛ എന്നും പറഞ്ഞ് അച്ഛന് നേരെ പോയി കെട്ടിപ്പിടിച്ചു വഴിക്ക് തന്നെ ചുറ്റും കൂടിയിരിക്കുന്ന ആ 4 പേരിൽ ഒരാൾ, ഒരു വെള്ള ഷർട്ടും വെള്ളം മുണ്ടും ധരിച്ച ഒരുവൻ, ആ പെൺകുട്ടിയുടെ മുടിക്കനെ കുത്തിപ്പിടിച്ചു. ഇങ്ങനത്തെ ഒരു ചരക്ക് ഉണ്ടായിട്ടാണോ രാഘവ നീ ഇങ്ങനെ കഷ്ടപ്പെട്ടെ? പൈസ നമുക്ക് വസൂലാക്കാലോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കേട്ടുന്ന ചെറുപ്പക്കാരൻ ഒരൊറ്റ പെട കൊടുത്തു, ഒരൊറ്റ ചവിട്ട്. ആ ഉമ്മറത്ത് നിന്ന് ആ വെള്ളയും ധരിച്ച മനുഷ്യൻ തൊട്ടുമുറ്റത്തേക്ക് അങ്ങോട്ട് വീണുപോയി. എടാ എന്ന് അലർച്ച് വിളിച്ചോടുകൂടി മറ്റു 3 പേരും വന്നോടു ആ ചെറുപ്പക്കാരൻ വിട്ടുകൊടുത്തില്ല. തൻ്റെ കയ്യിലുള്ള ബാഗ് ആ മുറ്റത്തേക്ക് ഇട്ടിട്ട് ആ 4 പേരെയും തൻ്റെ കയ്യിൽ കിട്ടിയ വടി കൊണ്ട് ആ ചെറുപ്പക്കാരൻ അടിച്ചു. അതിഭീകരമായ പെട. ആ ആരോഗ്യമുള്ള ആ ചെറുപ്പക്കാരൻ്റെ അടിയിൽ നിന്ന് ഒരു അടി പോലും രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത വിധം അവർ ഏറ്റുവാങ്ങി. അവസാനം ആ 4 പേരും ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവർ പറഞ്ഞു, രാഘവ, അപ്പോൾ എൻ്റെ പെണ്ണ് ആളുകളൊക്കെ കയറ്റി തുടങ്ങിയില്ലേ, കാണിച്ചു തരടാ എന്നും പറഞ്ഞിട്ട് അവർ ഓടിപ്പോയി. ചെറുപ്പക്കാരൻ അവർ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അവന് അത്യാവശ്യം അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവനാകെ തരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ആ അച്ഛനമ്മയും അടി കഴിഞ്ഞ് അവരെല്ലാം ഓടിപ്പോയ വഴിക്ക് തന്നെ മോളോട് ചോദിച്ചു, ആരാ മോളെ ഇത്? മോള് പറഞ്ഞു, എനിക്കറിയില്ല അച്ഛാ. അപ്പം തന്നെ ഇയാളോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ എനിക്കറിയില്ല, എനിക്ക് അവളെ അറിയില്ല, സോറി, ഞങ്ങൾ പേരും ചോദിച്ചില്ല, ബസ്സിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ഞാൻ അച്ഛൻ്റെ ഫോൺ വിളി ഞാൻ കേട്ടായിരുന്നു, അപ്പോൾ ഇവിടേക്കൊരു സഹായം ആയിക്കോട്ടെ, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്ട് വന്നതാണ്, കുഴപ്പമില്ല ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഇപ്പോൾ പോണ്ട, അവർ വഴിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, നീ അകത്തേക്ക് കയറിയിരിക്കും. ആ ചെറുപ്പക്കാരൻ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. അവൻ്റെ പേര് പറഞ്ഞു, അവളുടെയും. അവൾ അച്ഛനെയും അമ്മയെയും പരിചയപ്പെടുത്തി. ഒറ്റ മോളാണ്, ഒരു ചെറിയ ഓടിട്ട വീട്. അകത്തേക്ക് കയറി, നന്നായി അടി കൊണ്ടുല്ലേ? അപ്പോൾ ചെറുപ്പക്കാരൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനോട്, എന്നേക്കാൾ കൂടുതൽ കൊണ്ടത് അച്ഛനല്ലേ? അച്ഛൻ ചെറുതായി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇവളുടെ പഠനത്തിന് വേണ്ടി കുറച്ച് പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. പലപ്പോഴായി കൊടുത്തു തീർത്തതാണ്, പക്ഷേ ഇപ്പോഴും പലിശയുണ്ടെന്ന് പറഞ്ഞ് ഉപദ്രവിക്കുക തന്നെയാണ്. ഇവള് വന്നു കഴിഞ്ഞാൽ ഇവളെ കഴുത്തിലൊരു മാലയുണ്ട്, അത് ഒന്ന് വിറ്റിട്ട് ആ പലിശ അടക്കം അങ്ങോട്ട് തീർത്ത് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചതാ. പക്ഷേ അവരപ്പോഴേക്കും എന്നെ അടിച്ചു. ഞാൻ കുറെ തടുക്കാൻ നോക്കി, എവിടെ എത്തിയില്ല, ഞങ്ങൾ 2 പേരും വീണുപോയി. അപ്പോഴാ നിങ്ങൾ പെട്ടെന്ന് കയറി വന്നത്. ഇത് പറഞ്ഞപ്പോഴും ചെറുപ്പക്കാരൻ പറയുന്നത്, എൻ്റെ ശരീരത്തിന് നല്ല വേദനയുണ്ട്, ഒന്ന് കുളിക്കണം. കുളിക്കാലോ, പുറത്ത് കിണറുണ്ട്, അവിടെ തന്നെ തൊട്ടിയുണ്ടായിരിക്കും. അവൻ ചിരിച്ചു. ഇതൊക്കെ എൻ്റെ പണ്ടത്തൊരു അനുഭവമാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് അവൻ ആ കിണറ്റിൻകരയിലേക്ക് നീങ്ങി. അവൻ കുളിച്ചു വന്നു. അവരെപ്പോഴും കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കഞ്ഞി ഉള്ളൂ കേട്ടോ അവിടെ, ഒരു കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് കഞ്ഞി എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ കഞ്ഞി കുടിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് കഞ്ഞി കുടിച്ചിട്ട് ആ പെൺകുട്ടി എഴുന്നേറ്റ് പാത്രം കഴുകി അവളുടെ മുറി നേരെയാക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ മുറിയാണ്, നിങ്ങളിന്ന് ഇവിടെ കിടന്നോളൂ, ഞങ്ങളിന്ന് ഹാളിൽ കിടന്നോളാം. അപ്പോൾ അച്ഛനും പറഞ്ഞു, ഇവിടെ ആകെ ഒറ്റ മുറിയുള്ളൂ മോനെ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്, ഒറ്റ മോളല്ലേ ഉള്ളൂ, ഒരാളല്ലേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾക്ക് എന്താണ് കുറേ മുറിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ സംസാരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. കുഴപ്പമൊന്നുമില്ല, എനിക്ക് അവിടെ ആയാലും കുഴപ്പമില്ല, ഞാൻ ഉമ്മറത്ത് കിടക്കാം. അത് വേണ്ട മോനെ, അവരെങ്ങാ വന്നാലോ? അവൻ പറഞ്ഞു, അത് ശരിയാണല്ലോ. അങ്ങനെ അവൻ അന്ന് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അവിടുന്ന് ചായ കുടിച്ച് ഇറങ്ങാൻ നേരത്ത് ആ അച്ഛൻ പറയുന്നുണ്ട്, ഇനി എപ്പോഴെങ്കിലും എനിക്ക് വരണം കേട്ടോ, എപ്പോഴെങ്കിലും ഈ വഴിയൊക്കെ പോകുമ്പോൾ ഞാൻ വരാം, എപ്പോഴെങ്കിലൊക്കെ ഞാൻ വരാൻ ശ്രമിക്കാം എന്നും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തൻ്റെ ബാഗും എടുത്ത് അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒരു 2 അടി നടന്നില്ല. പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ മൊബൈൽ മറന്നു, ഞാൻ ആ മേശയുടെ മേലെ വെച്ചിട്ടുണ്ട് മുറിയിൽ. പെട്ടെന്ന് പെൺകുട്ടി, ഞാൻ എടുത്തു വരാം എന്ന് പറഞ്ഞ് പെൺകുട്ടി പെട്ടെന്ന് അകത്തേക്ക് കയറി ആ മൊബൈൽ എടുത്തിട്ട് ആ മൊബൈലിൽ അവളുടെ നമ്പർ ടൈപ്പ് ചെയ്തു.
എന്നിട്ട് ആ ചെറുപ്പക്കാരന് മൊബൈൽ ഒന്നും മറച്ചു പിടിച്ചുകൊണ്ട്, അച്ഛനമ്മയും കാണാതെ മറച്ചു പിടിച്ചുകൊണ്ട് ആ മൊബൈൽ ആ ചെറുപ്പക്കാരന് കൊടുത്തു. ചെറുപ്പക്കാരൻ ആ മൊബൈൽ നോക്കിയ വഴിക്ക് തന്നെ കണ്ടത് നമ്പറാണ്. അവളെ മുഖത്തേക്ക് ഉരുക്കുമ്പോൾ ആ പെൺകുട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. അവളെ മുഖത്തേക്ക് നോക്കിയിട്ട് അവനൊരു ചിരി ചിരിച്ചു. പെട്ടെന്ന് പോകുന്ന വഴിക്ക് അവളുടെ പേരും കൂടി സേവ് ചെയ്തു ആ ഒരു നമ്പറിനൊപ്പം. സ്നേഹ. തലേ ദിവസം പറഞ്ഞ പേരാണ് സ്നേഹ. നല്ല പേര്. അവൻ തിരിഞ്ഞു നോക്കി നടന്ന് ആ വീടിൻ്റെ ആ പഴയ ആ ഒരു ചെറിയ മരത്തിൻ്റെ ഗേറ്റും ഉണ്ടല്ലോ, ആ ഗേറ്റ് കടന്ന് 2 അടി കൂടി നടന്നിട്ട് 2 സ്റ്റെപ്പ് കൂടി വെച്ചിട്ട് അവനവിടെ നിന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പടിക്ക് നിന്നാൽ മതി, അത്യാവശ്യം ദൂരമുണ്ട് ആ പടിക്ക് നിന്നാൽ മതി, അവിടുന്ന് ഓട്ടോ വല്ലതും കിട്ടും. അയാൾ അവിടെ നിന്നു. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഓട്ടോറിക്ഷക്കാരുണ്ട് വരുന്ന വഴിക്ക് തന്നെ ഈ ചെറുപ്പക്കാരെ തലയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ആ ഓട്ടോറിക്ഷക്കാരൻ വരുന്നത്. ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിർത്തി. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ല എനിക്ക് ഇത് ടൗണിലേക്കാണോ? ടൗണിലേക്ക് തന്നെയാണ്, അങ്ങാടിക്കാ എന്ന് പറഞ്ഞു. അവിടുന്ന് ബസ് കിട്ടില്ലേ? ബസ്സൊക്കെ കിട്ടും. അല്ല എന്താ ഇവിടെ നിൽക്കണേ എന്ന് ചോദിച്ചു. ആര്? ആ ഓട്ടോറിക്ഷക്കാരൻ. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലേക്ക് ഇന്നലെ വന്നതാ. ഈ വീട്ടിലേക്കോ? ആ ഓട്ടോറിക്ഷക്കാരൻ മുഖത്ത് ഭയങ്കര പരിഭ്രമത്തോടെ ചോദിച്ചു, ഈ വീട്ടിലേക്ക്. ആ ഓട്ടോറിക്ഷ അവിടെ നിർത്തി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവനും പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഈ വീട്ടിലേക്ക് ഇന്നലെ വന്നു എന്നോ? എന്നിട്ട് താൻ എവിടെ കിടന്നേ? ആ ചെറുപ്പക്കാരൻ താൻ തലേ ദിവസം കിടന്നുറങ്ങിയ ആ വീട്ടിലേക്ക് നോക്കി. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്, ഒരു പഴയ വീട്. ആ വീടിൻ്റെ ഓടെല്ലാം തകർന്നു പോയിട്ടുണ്ട്. അവിടേക്ക് പുല്ലുകളെല്ലാം കീറി വളർന്നിട്ടുണ്ട്. ഉമ്മറത്തെ തിണ്ടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. വാതിലുകളൊന്നും കാണാനേ ഇല്ല. മനുഷ്യവാസമില്ലാത്ത ഒരു കെട്ടിടം. ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിലൊരു ആളിലുണ്ടായി. ഞാൻ ഇന്നലെ അവിടെയാണല്ലോ കിടന്നുറങ്ങിയത്. അവിടെ ഒരു അച്ഛൻ, അമ്മ, മകള്. പെട്ടെന്ന് തൻ്റെ മൊബൈൽ അയാൾ പെട്ടെന്ന് എടുത്തു. മൊബൈൽ അപ്പോഴും അയാൾ സേവ് ചെയ്ത് വെച്ച ആ നമ്പർ ഉണ്ടായിരുന്നു, സ്നേഹ. ആ നമ്പറിൽ അയാൾ വിളിച്ചു. ആ നിമിഷം ആ നമ്പറിലേക്ക് അയാൾ ഡയൽ ചെയ്തു. സ്നേഹ എനിക്കിപ്പോൾ തന്ന നമ്പറാണല്ലോ. അപ്പോൾ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്ത ഒരു കേസ് ഡയറിയുടെ ഒരു ഫയലിൽ ആ മൊബൈലിൽ അറിയാത്തൊരു നമ്പർ ഇങ്ങനെ റിങ് അടിക്കുന്നുണ്ടായിരുന്നു. ബൈ.